اللهم رب اشرح لي صدري ويسر لي امري واحلل عقدة من لساني يفقهوا قولي وما توفيقي الا بالله عليه توكلت واليه انيب. അല്ലാഹു സുബ്ഹാനഹു വ തആല നമ്മൾ ഒരുമിച്ച് കൂടിയതൊരു സ്വാലിഹായ സൽക്രമമായി നമ്മിൽ നിന്നും സ്വീകരിക്കുമാറാകട്ടെ. ഹബീബ് സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ ഹഖ് ജാഹ് ബറക്കത്ത് കൊണ്ട് നമ്മുടെ ദോഷങ്ങളൊക്കെ അല്ലാഹു തആല പുറത്തു തരുമാറാകട്ടെ. ഹബീബായ തങ്ങളെ മഹബ്ബത്ത് വയ്ക്കുന്ന, ഇഷ്ടം വയ്ക്കുന്ന മുത്തഖീങ്ങളിൽ അല്ലാഹു തആല നമ്മെ ഇവരെയും ഉൾപ്പെടുത്തി അനുഗ്രഹിക്കുമാറാകട്ടെ. നമ്മുടെ പള്ളിക്ക് ചുറ്റും നമ്മളിൽ നിന്ന് വേണ്ടപ്പെട്ട ആളുകൾ, പല ആളുകളും മാതാപിതാക്കൾ, മറ്റു ആളുകളൊക്കെ മരണപ്പെട്ടു പോയിട്ടുണ്ട്. അല്ലാഹു തആല അവരുടെ ഖബറിടം വിശാലമാക്കി കൊടുക്കുമാറാകട്ടെ, സ്വർഗ്ഗപൂന്തോപ്പാക്കി കൊടുക്കുമാറാകട്ടെ. അവയും നമ്മയും ജന്നാത്തുൽ ഫിർദൗസിലും ജന്നാത്തുൽ നഈമിലും മുത്തായ സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളെ കൂടെ സ്വർഗ്ഗത്തിൽ ഒരുമിച്ച് കൂട്ടി അനുഗ്രഹിക്കുമാറാകട്ടെ. പ്രിയമുള്ള മുഅ്മിനീങ്ങൾ, ഹബീബായ സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ മദ്ഹുകൾ ഇങ്ങനെ വാഴ്ത്തുന്ന ഒരു മാസത്തിലാണ് നാം നിലനിൽക്കുന്നത്. മുത്തായ തങ്ങളെ കുറിച്ച് ധാരാളം പഠിക്കാനും അറിയാനും അവിടുന്ന് കാണിച്ചു തന്നതായ മാതൃകകൾ ജീവിതത്തിൽ പകർത്താനും ആ ഒരു ചര്യ പിൻപറ്റി ജീവിക്കാനും അല്ലാഹു നമുക്ക് തൗഫീഖ് നൽകി അനുഗ്രഹിക്കുമാറാകട്ടെ. മഹദിയായ ആയിഷ ബീവി റളിയല്ലാഹു അൻഹ ഒരിക്കൽ ഹബീബ് തങ്ങളോട് ചോദിക്കുകയാണ്, ഓ നബിയെ, അങ്ങയെ എല്ലാ നിലക്കും അങ്ങയെ സഹായിച്ച് സംരക്ഷിച്ച അബൂ ത്വാലിബ് എന്നവരും അതുപോലെ തന്നെ അങ്ങയുടെ നിഴലായി അങ്ങക്ക് വേണ്ടി എല്ലാ സഹായങ്ങളും ചെയ്തു തന്ന മഹദിയായ ഖദീജ ബീവി റളിയല്ലാഹു അൻഹയും വഫാത്തായ ദിവസം, മരണപ്പെട്ട ദിവസം ആബുൽ ഹുസ്ന എന്ന് പറയപ്പെടും. ആ ദിവസം എന്റെ നബിയെ അങ്ങക്ക് ഏറ്റവും വലിയ പ്രയാസം, ജീവിതത്തിൽ ഏറ്റവും വലിയ പ്രയാസം ഉണ്ടാക്കിയ സംഗതി എന്ന് മഹദി അവர்கள் ചോദിക്കുകയുണ്ടായി. അഥവാ ഹബീബായ തങ്ങൾക്ക് വേണ്ടിയുള്ള എല്ലാ സംരക്ഷണം നൽകിയ ഒരാളാണ് അബൂ ത്വാലിബ് എന്നവർ. നബി തങ്ങൾക്ക് എന്ത് സഹായം ചെയ്തു തന്നിരുന്നു. മക്ക ഖുറൈശികൾ മുത്തനബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളെ വധിക്കാൻ വേണ്ടി പ്ലാൻ ചെയ്യുമ്പോഴൊന്നൊക്കെയും അതിനൊക്കെ ഒരു തടസ്സമായി നിന്നിരുന്നത്, ഒരു കരുത്തായി മുത്തനബി തങ്ങൾക്ക് നിന്നിരുന്ന ആളാണ് അബൂ ത്വാലിബ് എന്നവർ. ആ അബൂ ത്വാലിബ് റളിയല്ലാഹു അൻഹു മരണപ്പെട്ടത് ഈ സമയത്ത്, ഈ വർഷത്തിലാണ്. ആ വർഷത്തെയാണ് ദുഃഖവർഷം, ആമുൽ ഹുസ്ന എന്ന് ഹബീബ് സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറയപ്പെടുന്നത്. അപ്പോ മുത്തനബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾക്ക് വളരെയധികം വിഷമമുണ്ടായ ഒരു ഘട്ടമാണ്. ഒരിക്കൽ മക്ക ഖുറൈശികളൊക്കെ ഒരു യോഗം ചേർന്നു. ഒരിക്കലും മുത്തനബി തങ്ങളെ വധിച്ചു കളയാൻ പറ്റാത്ത സാഹചര്യം വന്നപ്പോൾ, അല്ലെങ്കിൽ നബി തങ്ങൾ പറഞ്ഞ് മുന്നോട്ട് വെച്ച ആശയത്തിൽ നിന്ന് മുത്തനബി തങ്ങൾ പിന്മാറുന്നില്ല എന്ന് കണ്ടപ്പോൾ, ഒരു നിലക്കും പറ്റാത്ത സാഹചര്യം വന്നപ്പോൾ മക്ക ഖുറൈശികൾ ഒരു യോഗം ചേർന്നു. അവർ തീരുമാനിക്കുകയാണ്, മുത്തനബി തങ്ങൾക്ക് ഏറ്റവും സംരക്ഷണം കൊടുക്കുന്ന ഒരാളാണ് അബൂ ത്വാലിബ്. അപ്പൊ അബൂ ത്വാലിബ് ഒരു സംഗതി ഹബീബായ തങ്ങളോട് പറഞ്ഞു കഴിഞ്ഞാൽ നബി തങ്ങൾ അത് സ്വീകരിക്കുമല്ലോ, എന്തായാലും തട്ടിമാറ്റുകയില്ല. അപ്പൊ നമുക്ക് എന്ത് ചെയ്യാം, നമ്മൾ ചർച്ച ചെയ്തിട്ട് നമ്മളെ തീരുമാനം അബൂ ത്വാലിബിന്റെ അടുക്കൽ പോയി വിവരം അറിയിക്കാമെന്ന് തീരുമാനിക്കുകയും യോഗം കഴിഞ്ഞതിന് ശേഷം സംഗമമൊക്കെ നടത്തി, മീറ്റിംഗ് ഒക്കെ നടത്തി തീരുമാനമാക്കി അബൂ ത്വാലിബിന്റെ അടുക്കൽ രാത്രി വീട്ടിൽ കയറി ചെല്ലുകയാണ്. വിവരം അറിയിച്ചു. പ്രമുഖരായ ആളുകളൊക്കെ ഉണ്ട്. അബൂജാഹിലും അതുപോലെ തന്നെ അബൂ സുഫിയാനെ പോലത്തെ പ്രമുഖരായ മക്ക ഖുറൈശികളൊക്കെ അബൂ ത്വാലിബിന്റെ അടുക്കൽ വന്നുകൊണ്ട് വിവരം പറഞ്ഞു, നിങ്ങൾ ഒന്നിരിക്കെ മുഹമ്മദ് സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ ഒരിക്കലും ഈ പറയപ്പെട്ട മുന്നോട്ട് വെച്ച ഈ തൗഹീദിൽ നിന്ന് പിന്മാറാൻ തയ്യാറല്ല എന്ന് നമുക്ക് എല്ലാവർക്കും മനസ്സിലായ കാര്യമാണ്. അപ്പോ ഇനിയുള്ള ഒരു വഴി ഞങ്ങൾ എല്ലാവരും കൂടി ചർച്ച ചെയ്ത്, പ്രമുഖരായ ആളുകളൊക്കെ ചർച്ച ചെയ്തെടുത്ത തീരുമാനം, അത്തരത്തിലുള്ള ആശയത്തിൽ നിന്ന് പിന്മാറിയില്ലെങ്കിലും വീട്ടിലൊന്ന് അടങ്ങി ഒതുങ്ങിയിരിക്കാൻ, വീട്ടിൽ നിന്ന് പുറത്തു വിടാതെ വീട്ടിൽ തന്നെ ഒന്ന് അടക്കിയിരുത്താൻ നിങ്ങളൊന്ന് സഹായിക്കണമെന്ന് അബൂ ത്വാലിബിനോട് പറയുകയുണ്ട്. അങ്ങനെ ഹബീബ് സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ ആ വീട്ടിലേക്ക് കയറി വരികയും അബൂ ത്വാലിബ് എന്നവർ മുത്തായ സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളോട് പറയുകയാണ്,
ഇന്ന് മക്കയിലുള്ള പ്രമുഖരായ ധാരാളം ആളുകൾ ഇവിടെ വന്നിരുന്നു. അവർ ആവശ്യപ്പെടുന്നത്, നിങ്ങൾ മുന്നോട്ട് വെച്ച ആശയം, ആ ഏക ഇലാഹാകുന്ന അല്ലാഹുവിലേക്കുള്ള ആ ആശയം നിങ്ങൾ പിന്മാറിയില്ലെങ്കിലും അതിന് പ്രചരിപ്പിക്കാതെ നിങ്ങളൊന്ന് അടങ്ങി ഒതുങ്ങി വീട്ടിലിരിക്കണം എന്നുള്ള ആവശ്യമാണ് അവർ മുന്നോട്ട് വെച്ചിട്ടുള്ളത്. ഉടനെ തന്നെ ഹബീബ് സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ അവിടെ നിന്ന് പറയുകയാണ്, ഓ എന്റെ എളാപ്പ, നിങ്ങൾ എന്റെ ഒരു കയ്യിൽ ഒരു സൂര്യനെയും മറ്റു കയ്യിൽ ചന്ദ്രനെയൊക്കെ വെച്ച് തന്നാൽ, മശ്രിഖ് മഗ്രിബൊക്കെ വെച്ച് തന്നാൽ പോലും, എന്നുവെച്ചാൽ സാധിക്കാത്തൊരു സംഗതി നിങ്ങൾ എനിക്ക് ചെയ്തു തന്നാൽ പോലും ഒരിക്കലും ഞാൻ അതിൽ നിന്ന് പിന്മാറാൻ തയ്യാറല്ല എന്ന് ഹബീബ് സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറയുകയാണ്. ഉടനെ തന്നെ അബൂ ത്വാലിബ് പറഞ്ഞു, എന്നാൽ ധൈര്യപ്പെട്ട് നിങ്ങൾ മുന്നോട്ട് പോയിക്കൊള്ളുക, നിങ്ങൾ എന്ത് വേണമെങ്കിലും നിങ്ങൾ പ്രചരിപ്പിച്ചോളൂ, എല്ലാത്തിനും ഞാൻ കൂടെയുണ്ട് എന്ന് അബൂ ത്വാലിബ് എന്നവർ പറയുകയാണ്. എന്നാൽ ഫുൾ പ്രൊട്ടക്ഷൻ, ഫുൾ സംരക്ഷണം ഞാൻ തരാമെന്ന് പറഞ്ഞുകൊണ്ട് അബൂ ത്വാലിബ് ഹബീബ് സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളെ സംരക്ഷിക്കുകയാണ്. അപ്പോ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ ജീവിതകാലത്തുണ്ടായ വലിയ പ്രതിസന്ധിയിൽ നിന്ന് അബൂ ത്വാലിബ് എന്നവർ ഹബീബ് സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളെ സംരക്ഷിച്ചു. ആ അബൂ ത്വാലിബ് എന്നവർ മരണപ്പെട്ട ഒരു വർഷമാണ് ആമുൽ ഹസൻ എന്ന് പറയുന്നത്. അതുപോലെ തന്നെ മുത്തുനബി തങ്ങൾക്ക് താങ്ങും തണലായി നിന്ന മഹദിയാണ് ഖദീജ ബീവി റളിയല്ലാഹു അൻഹ. മഹാദേവറുകളുടെ ചരിത്രം എടുത്തു നോക്കിയാൽ ഹബീബ് സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളെ വിവാഹം ചെയ്തതിന് ശേഷം മക്ക ഖുറൈശികൾ ഒരു പ്രചാരണം നടത്തുകയുണ്ടായി. എന്താണത്? ഹബീബ് സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളെ വിവാഹം കഴിഞ്ഞപ്പോൾ ആ മക്ക ഖുറൈശികളുണ്ടായ ചില ആളുകൾ പറഞ്ഞു പരത്തുകയാണ്, ഖദീജ ബീവി റളിയല്ലാഹു അൻഹക്ക് മറ്റു പുതിയാപ്പിളയായി തെരഞ്ഞെടുക്കാൻ മറ്റാരെയും കിട്ടാതെ വന്നപ്പോ ഒരു യതീമായ ദരിദ്രരായ ഒരാളെ വിവാഹം കഴിച്ചു എന്നുള്ളൊരു പ്രചാരണം മക്ക ഖുറൈശികളെ പല ആളുകളും പ്രചരിപ്പിക്കുകയും ഉടനെ തന്നെ ഖദീജ ബീവി റളിയല്ലാഹു അൻഹ മഹാനായ യൂസുഫ് നബി അലൈഹി സ്വലാത്തു വസ്സലാമിന്റെ സംഭവം ഉണ്ടായിരുന്ന ആ ഒരു ചരിത്രത്തെ പാഠമാക്കിക്കൊണ്ട് ഖദീജ ബീവി റളിയല്ലാഹു അൻഹ അവിടെയുള്ള ആളുകൾക്കൊക്കെ ഒരു സൽക്കാരം വെക്കുകയാണ്. വീട്ടിലൊരു സൽക്കാരം വെക്കുകയും അവിടെയുള്ളതായ പ്രമുഖരായ എല്ലാ ആണുങ്ങളെയും, സുലൈഖ ബീവി പെണ്ണുങ്ങളെയാണ് ഒരുമിച്ച് കൂട്ടിയതെങ്കിൽ ഖദീജ ബീവി റളിയല്ലാഹു അൻഹ എല്ലാ പ്രമുഖരായ ആണുങ്ങളെയും വിളിച്ചു കൂട്ടുകയും അവർക്ക് വേണ്ട സൽക്കാരം ഒരുക്കുകയാണ്. അങ്ങനെ സൽക്കാരം ഒരുക്കിയതിന് ശേഷം മഹദിയായ ഖദീജ ബീവി റളിയല്ലാഹു അൻഹ അവരൊക്കെ ഇങ്ങനെ ഭക്ഷണം കഴിച്ചുകൊണ്ടിരിക്കുന്ന സമയത്ത് ഖദീജ ബീവി എഴുന്നേറ്റ് നിന്നുകൊണ്ട് പറയുകയാണ്, ഓ മക്ക നിവാസികളെ, പ്രമുഖരായ ആളുകളെ, നിങ്ങൾ അറിയാൻ വേണ്ടി ഞാൻ ഒരു സംഗതി പറയുകയാണ്. ഇന്ന് മുതൽ എന്റെ സമ്പത്ത് മുഴുവനും, ഞാൻ ഇത്ര നാളും അധ്വാനിച്ചുണ്ടാക്കിയ എല്ലാ സമ്പത്തും ഹബീബ് സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾക്ക് ഞാൻ സമർപ്പിക്കുകയാണ്, ഞാൻ കൊടുക്കുകയാണ് എന്നവന്ന് പ്രഖ്യാപിക്കുകയുണ്ടായി. മഹദിയായ ഖദീജ ബീവി റളിയല്ലാഹു അൻഹയുടെ സമ്പത്ത് എന്ന് പറഞ്ഞാൽ 40 ഒട്ടകങ്ങൾക്ക് ചുമക്കാനുള്ള അത്രത്തോളം വലിയ സമ്പത്ത് മഹദിയവറുകൾ അടുക്കലുണ്ടായിരുന്നു. അത് മുഴുവനും മഹദിയവറുകൾ മഹാനായ മുത്തായ സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾക്ക് വേണ്ടി സമർപ്പിക്കുകയാണ്. പ്രിയമുള്ളവരെ, നാം ചിന്തിക്കുക, ഹബീബായ സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ ജന്മദിനം കൊണ്ട് ആഘോഷിക്കുന്ന ഒരു മാസമാണിത്. നമ്മളെ കൊണ്ട് കഴിയാവുന്ന അത്ര സഹായം ഹബീബ് സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ പേരിൽ നടത്തുന്നതായ പരിപാടികൾ, അതുപോലെ തന്നെ അതുമായി ബന്ധപ്പെട്ട് മുത്തായ തങ്ങളുമായി നടത്തുന്ന എല്ലാ പരിപാടികൾക്കും നമ്മുടെ ഭാഗത്തു നിന്നുള്ള നല്ലൊരു സഹായം ഉണ്ടാവണമെന്ന് സാന്ദർഭികമായി ഈ സമയത്ത് ഓർമ്മപ്പെടുത്തുകയാണ്. അപ്പോ ജീവിതത്തിൽ ചെറുപ്പം മുതൽ അധ്വാനിച്ചതായ മുഴുവനും സമ്പത്തും ഹബീബായ സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ പേരിൽ എഴുതി കൊടുക്കുകയാണ് മഹദിയായ ഖദീജ ബീവി റളിയല്ലാഹു അൻഹ. ഹബീബായ സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ ആ സമ്പത്ത് ലഭിച്ച ഉടനെ ചെയ്ത പ്രവൃത്തി എന്ന് വെച്ചാൽ പാവപ്പെട്ട ആളുകൾക്ക് മുഴുവനും അത് ദാനം ചെയ്ത്, സ്വതക്ക ചെയ്ത്, ഹദിയ ചെയ്ത് കൊടുക്കുകയാണ്. ഖദീജ ബീവി റളിയല്ലാഹു അൻഹ ഇവിടുന്ന് പ്രഖ്യാപിക്കുന്നുണ്ട്, ഇന്ന് മുതൽ ഞാനാണ് ഫഖീർ, എന്റെ ഭർത്താവാകുന്ന മുഹമ്മദ് സല്ലല്ലാഹു അലൈഹി വസല്ലം ഇന്ന് മുതൽ സമ്പന്നനാണ് എന്നുള്ള പ്രഖ്യാപനം ആ മക്ക ഖുറൈശികളുടെ മുമ്പിൽ നടത്തുകയും
ഹബീബായ തങ്ങൾ അത് മുഴുവനും സംഭാവന ചെയ്യുകയും ചെയ്ത സംഭവം ചരിത്രങ്ങളിൽ രേഖപ്പെടുത്തി കിടക്കുന്നുണ്ട്. അപ്പോ ഏത് പ്രതിസന്ധി ഘട്ടത്തിലും നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾക്ക് ഒരു കുറവും വരുത്താതെ ഹബീബായ സല്ലല്ലാഹു അലൈഹി വസല്ലം നോക്കിയിരുന്ന മഹദിയായ ഖദീജ ബീവി റളിയല്ലാഹു അൻഹ. വഹി ഇറങ്ങുന്ന ആ സ്ഥലം വരെ മഹദി അവറുകളാണ് സെലക്ട് ചെയ്ത് കൊടുത്തത് എന്ന് ചരിത്രത്തിൽ നമുക്ക് കാണാൻ കഴിയും. ജബലുൻ നൂറിന്റെ പർവ്വതത്തിന്റെ മുകളിലുള്ള ആ ഹിറാ ഗുഹ ഖദീജ ബീവി റളിയല്ലാഹു അൻഹ തെരഞ്ഞെടുത്ത് കൊടുത്തതാണെന്ന് ചരിത്രത്തിൽ കാണാം. മുത്തനബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ ഒരിക്കൽ ഖദീജ ബീവി റളിയല്ലാഹു അൻഹയോട് പറയുകയാണ്, എനിക്ക് ഒറ്റയ്ക്കിരുന്നുകൊണ്ട് ഖാലിഖാകുന്ന റബ്ബ് സുബ്ഹാനഹു വ തആലക്ക് വേണ്ടി ഇബാദത്ത് ചെയ്യണമെന്ന് മഹദി അവറുകളോട് പറഞ്ഞപ്പോൾ അവിടെ നിന്ന് പറയുകയുണ്ടായി, നിങ്ങൾ പിറ്റേ ദിവസം രാവിലെ എഴുന്നേറ്റ് നിങ്ങൾ ആ പർവ്വതത്തിന്റെ മുകളിൽ ആ മലയുടെ മുകളിൽ ഒന്ന് പോയി നിങ്ങൾക്ക് ഇഷ്ടപ്പെടുന്ന ഇബാദത്ത് ചെയ്യാൻ ഒരു റാഹത്ത് തോന്നുന്ന ഒരു സ്ഥലം നിങ്ങൾ കണ്ടെത്തുക എന്ന് പറയുകയും നിങ്ങൾ ഇത് കണ്ടെത്തിയതിനു ശേഷം എന്നെ വിവരം അറിയിക്കണമെന്ന് ഖദീജ ബീവി റളിയല്ലാഹു അൻഹ അവിടെ നിന്ന് മുത്തനബി തങ്ങളോട് പറയുകയാണ്. അങ്ങനെ പിറ്റേ ദിവസം രാവിലെ ഹബീബ് സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ ആ ജബലുൻ നൂറിന്റെ മുകളിൽ കയറുകയും ഹിറാ ഗുഹയിലേക്ക് ഇറങ്ങി അവിടുന്ന് ഒരു കല്ലിന്റെ ഇടയിലൂടെ നോക്കിയപ്പോൾ കഅബാലയം കാണുന്നുണ്ട്. നല്ലൊരു സ്ഥലമാണെന്ന് മനസ്സിലാക്കിയ മുത്തനബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ ഖദീജ ബീവി റളിയല്ലാഹു അൻഹയെ വിവരം അറിയിക്കുകയാണ്. ഖദീജ ബീവി റളിയല്ലാഹു അൻഹ ഉടനെ തന്നെ ആ സ്ഥലം വന്ന് സന്ദർശിക്കുകയും പറ്റിയ സ്ഥലമാണ് നബിയെ, അങ്ങക്ക് ഇബാദത്തിനിരിക്കാൻ പറ്റിയ സ്ഥലമാണെന്ന് പറഞ്ഞ് സമ്മതം കൊടുക്കുകയും മഹദി അവറുകൾ ദിവസേന എല്ലാ ദിവസവും അവിടേക്ക് മുത്തുനബി തങ്ങൾക്ക് വേണ്ട ഭക്ഷണങ്ങൾ എത്തിച്ചു കൊടുത്തു എന്ന് ചരിത്രത്തിൽ കാണാം. ഗോതമ്പും ഉപ്പും അതുപോലെ തന്നെ വെള്ളം, കാരക്കങ്ങ തുടങ്ങിയ കുറച്ച് സംഗതികൾ, ഗോതമ്പും മാവും ഒക്കെയായി ഹബീബ് സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾക്ക് ദിവസേന ഹബീബ് സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾക്ക് എത്തിച്ചു കൊടുക്കുമായിരുന്നു. 9.5 കിലോമീറ്റർ ഏകദേശം ആ മക്കയിൽ നിന്നും നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ താമസിച്ചിരുന്ന സ്ഥലത്ത് നിന്നും ആ ഹിറാ ഗുഹയിലേക്ക് ദൂരം വന്നിട്ടുണ്ടെന്ന് നമുക്ക് ചരിത്രത്തിലൊക്കെ കാണാൻ സാധിക്കും. അത്രയും കിലോമീറ്ററുകൾ, നല്ല പ്രായമുണ്ട്, 55 പ്രായമുള്ള ഖദീജ ബീവി റളിയല്ലാഹു അൻഹ നടന്നുകൊണ്ട് മുത്തുനബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾക്ക് ഭക്ഷണം എത്തിച്ചു കൊടുക്കുമായിരുന്നു എന്ന് കാണാം. അത്രത്തോളം ഹബീബ് സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾക്ക് വേണ്ടി സേവനം ചെയ്ത ഒരു മഹദിയായ ഖദീജ ബീവി റളിയല്ലാഹു അൻഹ. ആ ഖദീജ ബീവി റളിയല്ലാഹു അൻഹയും അബൂ ത്വാലിബും വഫാത്തായ മരണപ്പെട്ടു പോയ ഒരു ദിവസമാണ് ഹിജ്റയുടെ ഏറ്റവും ദുഃഖിപ്പിക്കുന്ന ആമുൽ ഹുസ്ൻ എന്ന് പറയുന്ന ദിവസം. ആയിഷ ബീവി റളിയല്ലാഹു അൻഹ ചോദിക്കുകയാണ്, നബിയെ, അങ്ങയുടെ പ്രിയ പത്നിയായ ഖദീജ ബീവിയും അബൂ ത്വാലിബും വഫാത്തായ മരണപ്പെട്ടു പോയ ആ ദിവസമല്ലേ അങ്ങയുടെ ജീവിതത്തിൽ ഏറ്റവും വലിയ പ്രയാസമുണ്ടാക്കിയതെന്ന് ചോദിച്ചപ്പോ മുത്തനബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറയുകയാണ്, അല്ല, ഒരിക്കലുമല്ല. നേരെ മറിച്ച് മക്കയിൽ നിന്ന് ഞാൻ ഒരു നിലക്കും നിൽക്കാതെ എനിക്ക് നിൽക്കാൻ പറ്റാത്ത സാഹചര്യം വന്നപ്പോൾ ത്വായിഫിലേക്ക് ഞാൻ പോവുകയുണ്ടായി. മുത്തനബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ ഉമ്മയുടെ കുടുംബമാണ് ത്വായിഫിലുള്ളത്. ആ ത്വായിഫിലേക്ക് ചെല്ലുകയും അവിടെ ചെന്ന് കുടുംബക്കാരുടെ വീടുകളിലൊക്കെ കയറി നോക്കി. ഒരു നിലക്കും മുത്തനബി തങ്ങളെ അവിടെ ആരും സ്വീകരിക്കുകയുണ്ടായില്ല. അതിനുശേഷം മുത്തനബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ 10 ദിവസത്തോളം ഒരു തുള്ളി വെള്ളവും ഭക്ഷണവും പോലും ഇല്ലാതെ കഴിയുകയും രക്ഷയില്ല എന്ന് കണ്ട മുത്തനബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ തിരിഞ്ഞു പോരുന്ന സമയത്ത് മക്ക ഖുറൈശികൾ നടത്തിയ ആ കല്ലേറുകൾ, കൂർത്ത പാറക്കല്ലുകൾ ഹബീബ് സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളെ എറിഞ്ഞു ഓടിക്കുകയുണ്ടായി. 48 കിലോമീറ്ററോളം മുത്തുനബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ ആ കല്ലേറ് കൊണ്ട് ഓടി എന്ന് ചരിത്രത്തിൽ രേഖപ്പെടുത്തുന്നുണ്ട്. ആ ഒരു സംഗതിയാണ് ആയിഷ എന്റെ ജീവിതത്തിൽ ഏറ്റവും വലിയ പ്രയാസമുണ്ടാക്കിയതെന്ന് ഹബീബ് സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറയുകയാണ്. അതിനുശേഷം മുത്തുനബി തങ്ങൾ പറയുന്നുണ്ട്, ആഖിറത്തിൽ വെച്ചിട്ട് എനിക്ക് എന്റെ റബ്ബ് ആദ്യമായി ശഫാഅത്ത് ചെയ്യാൻ ഒരു അവസരം തരികയാണെങ്കിൽ മക്കക്കാർക്കും ത്വായിഫിലുള്ള ആളുകൾക്കും എന്നെ വിശ്വസിച്ച ആളുകൾക്കൊക്കെ ആദ്യം ഞാൻ ശഫാഅത്ത് ചെയ്യുന്ന സന്ദർഭം അവർക്കായിരിക്കുമെന്ന് ഹബീബ് സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറയുന്നുണ്ട്. അല്ലാഹു സുബ്ഹാനഹു വ തആല മുത്തനബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളെ കുറിച്ച് കൂടുതൽ പഠിക്കാനും അവിടുത്തെ ത്യാഗങ്ങളൊക്കെ നമ്മൾ ഓർക്കുകയും
നമ്മുടെ ദീനിന് വേണ്ടി എത്രത്തോളം കഷ്ടപ്പെടുന്ന മനസ്സിലാക്കുകയും ചെയ്യുക. അല്ലാഹു തആല തൗഫീഖ് നൽകി അനുഗ്രഹിക്കുമാറാകട്ടെ. മഹദിയായ ഖദീജ ബിവി റളിയല്ലാഹു അൻഹ മുത്തുനബി തങ്ങൾക്ക് ജീവിതത്തിലുള്ള സമ്പത്ത്